തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനം. ഏറ്റവും നല്ലത് ദൈവത്തിന്. പ്രിയ സഹോദരങ്ങളെ, ലേവ്യർ 3:1 പറയുന്നു, സമാധാന ബലിക്കായി കാലിക്കൂട്ടത്തിൽ നിന്നാണ് കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ കാളയോ പശുവോ ആയിരിക്കണം. എന്നാൽ മലാക്കി പ്രവചനം 1:14 കർത്താവ് ചോദിക്കുന്നു, തന്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാട് ഉണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. ഞാൻ ഉന്നതനായ രാജാവാണ് എന്നുകൂടി കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പാപികളായ നമ്മെ രക്ഷിപ്പാൻ വേണ്ടി തന്റെ ഏകജാതനെ നമുക്കായി തന്ന ആ ദൈവത്തിന് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഏതു മേഖലയിലും ഏറ്റവും നല്ലത് ദൈവത്തിനായി സമർപ്പിക്കണം. നമ്മൾ ചെയ്യുന്ന ജോലി പോലും കൊളോസസ് 3:23 പറയുന്നു, അത് എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് എന്ന് വചനം പറയുന്നു. പ്രത്യേകമായും നമ്മൾ പ്രാർത്ഥിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, വചനം വായിക്കുവാൻ, ദൈവനാമത്തെ പ്രതി നമ്മൾ ചെയ്യുന്നതെല്ലാം ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നന്നായി ചെയ്യുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിൽ എത്ര സമയമാണ് നമ്മൾ ദൈവനാമത്തെ പ്രതി മാറ്റിവെക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. കൊളോസസ് 4:2 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കൃതജ്ഞതാ ഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിനെന്നാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 22:37 നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക എന്ന കൽപ്പന ദൈവം മനുഷ്യനായി ഒരുക്കിയെങ്കിൽ ഇത് എത്രമാത്രം താല്പര്യത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്, എത്രമാത്രം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നത് അവിടുന്ന് സൂക്ഷിച്ച് വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ മാർക്കോസ് സുവിശേഷം 12:41 മുതലുള്ള തിരുവചനങ്ങളിൽ പല ധനവാന്മാരും വലിയ തുകകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പു നാണയങ്ങൾ ഇട്ടു. അത് കർത്താവ് ശ്രദ്ധിച്ചു. ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് യേശുതമ്പുരാൻ പറയുകയാണ്, ഈ ദരിദ്ര വിധവ മറ്റാരെയേക്കാൾ കൂടുതൽ തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു. അത് കർത്താവ് ശ്രദ്ധിച്ചു. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവത്തിന് വേണ്ടി ഏറ്റവും നല്ലത് ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട വളരെയധികം ഭക്തന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി 18:1 മുതലുള്ള തിരുവചനങ്ങളിൽ അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ട കർത്താവിനെ താണുവണങ്ങി എത്ര തിടുക്കത്തിലാണ് അബ്രഹാം അപ്പവും വെണ്ണയും പാലും മൂരിയിറച്ചിയും പാകപ്പെടുത്തി ഭക്ഷിക്കാൻ കൊടുത്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വീണ്ടും 22-ാം അധ്യായത്തിൽ തന്റെ ഏകജാതനെ ദൈവത്തിന് ബലി കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒട്ടും മടി കാണിക്കാതെ അബ്രഹാം എന്താണ് ചെയ്തതെന്ന് നമുക്ക് നന്നായി അറിയാം. പ്രിയ സഹോദരങ്ങളെ, നമുക്കുള്ളതിൽ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മൾ അനുഗ്രഹീതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.